ബിഗ് ബോസ് സീസൺ 6 അവസാനിച്ചു. എന്നാലും പലരും ഇപ്പോഴും അതിന്റെ വൈബിലാണ്. ലേശമെങ്കിലും പ്രൊഫഷണലിസവും കോമൺ സെൻസും സിവിക് സെൻസും ഈ പറഞ്ഞ ആൾക്കുണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞൊരു കാര്യം നമുക്ക് അവോയ്ഡ് ചെയ്യാമായിരുന്നു. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. 2 ദിവസം മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. നിങ്ങൾ ഈ വിഷയം അറിഞ്ഞു കാണും. ശോഭാ വിശ്വനാഥ് റിലേറ്റഡ് ആയിട്ട്. ശോഭാ വിശ്വനാഥ് UK ഒരു ബ്യൂട്ടി പേജൻറ്റ് ജഡ്ജ് ചെയ്യാൻ പോയ സമയത്ത് അവിടുത്തെ കണ്ടസ്റ്റൻറ്റ്, ആ കുട്ടിയുടെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ ഫസ്റ്റ് കണ്ടിട്ടുള്ളത്. അവിടുത്തെ ഒരു കണ്ടസ്റ്റൻറ്റിനോട് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതായത് മഞ്ജു വാര്യർ ഓർ കാവ്യ മാധവൻ, 2 പേരിൽ ഒരാളെ നിർബന്ധമായിട്ടും പിക്ക് ചെയ്യണം എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. അവർക്ക് കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസാണ്. അവർ ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. ഈ കുട്ടി നല്ല അടിപൊളിയായിട്ടുള്ള മറുപടി പറയുന്നു. പക്ഷേ അതിൽ സാറ്റിസ്ഫൈഡ് അല്ലാത്ത ശോഭ. ബിഗ് ബോസിൽ നമ്മൾ കണ്ടതാണല്ലോ അല്ലേ. ഈഗോ അവിടെ ട്രിഗർ ആവുന്നു. ആ കുട്ടിയുടെ ആ ചോദ്യത്തിന് മുന്നിൽ ലിറ്ററലി ശോഭ വിശ്വനാഥ് ഡൗൺ ആവുന്നു. പക്ഷേ ആ ഈഗോ ഉള്ള വ്യക്തിയാണ്, നമുക്കറിയാലോ, ബിഗ് ബോസ് കണ്ടവർക്കറിയാം. ശോഭ വീണ്ടും അതിനെ കുത്തി ചോദിക്കുന്നു. പക്ഷേ ഈ പെൺകുട്ടി വളരെ സ്മാർട്ടായിട്ട് അടിപൊളിയായിട്ട് ഉത്തരം പറഞ്ഞിട്ട് ആ ഒരു ജഡ്ജായിട്ടുള്ള ശോഭയുടെ വായ അടപ്പിക്കുന്നൊരു സീന് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ആ വീഡിയോ ചെയ്തിരുന്നു കേട്ടോ. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ സ്റ്റേജിൽ വന്നിട്ട് പറഞ്ഞു, ഊള ചോദ്യം ചോദിച്ചിട്ടുള്ള ഈ 2, അതായത് ലക്ഷ്മി നക്ഷത്രം ഉണ്ടായിരുന്നു, ശോഭാ വിശ്വനാഥ് ഉണ്ടായിരുന്നു. 2 പേരും 2 രീതിയിലാണെന്ന് ഹാൻഡിൽ ചെയ്ത്. ധ്യാൻ ഇവരോട് ചോദിക്കുന്നുണ്ട്, ഈ ചോദ്യം ചോദിക്കുന്നതിന് പകരം നല്ലത് പൾസർ സുനി ഓർ ദിലീപ്, അല്ലെങ്കിൽ ദിലീപ് ഓർ പൾസർ സുനി എന്നുള്ള ചോദ്യമാണ് ഒന്നും കൂടി നല്ലത് എന്ന് പറഞ്ഞിട്ട് ധ്യാൻ്റേതായിട്ടുള്ള സർക്കാസ്റ്റിക് രൂപേണയുള്ള റിപ്ലൈ കൊടുക്കുന്നു. ഇത് കഴിഞ്ഞു ലക്ഷ്മി നക്ഷത്രം വന്നിട്ട് പറഞ്ഞു, ആ ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്തത് ധ്യാൻ തന്നെയാണ്. എന്നിട്ട് ധ്യാനിനെ തിരിച്ച് ട്രോളി, അളിയ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വരുന്നുണ്ട്, വന്നിട്ട് കാണാം എന്ന് പറഞ്ഞിട്ട് ധ്യാനിനെ ട്രോളി. പക്ഷേ ശോഭാ വിശ്വനാഥ്, ആസ് വി ഓൾ നോ ദാറ്റ്, അവർക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഈഗോ ഉള്ള ആളാണ്. എന്നുവെച്ചാൽ എന്തെങ്കിലും കാര്യത്തിൽ അവർ ബാക്ക് ഫുട്ടിലായി കഴിഞ്ഞാൽ പിന്നെ എന്ത് തന്നെ സംസാരിച്ചിട്ടാണെങ്കിലും വീണ് കിടത്ത് ഉരുണ്ട് എന്തെങ്കിലുമൊക്കെ കടവട കാണിച്ചിട്ട് അതിൽ പിടിച്ച് നിൽക്കാൻ മാക്സിമം നോക്കും. പക്ഷേ ബിഗ് ബോസിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, അഖിലിൻ്റെ മുന്നിൽ എല്ലാ കേസിലും 100 out of 100 അവർ പരാജയപ്പെട്ടിട്ടുള്ളൂ. ഇതാണ് എൻ്റെ വേർഷൻ. ഒരു പക്ഷേ നിങ്ങൾക്ക് എതിരഭിപ്രായം ഉണ്ടായിരിക്കും. ഇറ്റ്സ് ഫൈൻ, നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യും. എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം മീഡിയനെ കണ്ട സമയത്ത് ശോഭ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ശോഭ പറഞ്ഞു, ഈ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ഈ കുട്ടികൾക്ക് മുന്നേ കൂട്ടി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേരിൽ ദി കണ്ടസ്റ്റൻറ്റ് ഹാഡ് ടൈം ടു പ്രിപ്പയർ, അതായത് അവർക്ക് പ്രോപ്പറായിട്ട് സമയം കിട്ടി പ്രിപ്പയർ ചെയ്യാൻ എന്നും പറഞ്ഞിട്ട് ശോഭ ഒരു കാര്യം പറഞ്ഞു. പ്രൂഫ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇതാണ് ആ രേഖ എന്നൊക്കെ പറഞ്ഞ മാതിരി പ്രൂഫൊക്കെ കാണിക്കാൻ വേണ്ടി ശോഭ വന്നിരുന്നു. പക്ഷേ അവിടെ അവസാനം എന്തോ ഒരു സ്ക്രീൻഷോട്ട് പോലെ കാണിച്ചിട്ട് ശോഭ അന്ന് അവിടുന്ന് ഓടിപ്പോകുന്ന സിറ്റുവേഷൻ. പ്ലസ് ആസ് യൂഷ്വൽ വീണടുത്ത് കിടന്നിട്ടുള്ള വിരകലാണ് ശോഭയുടെ ഭാഗത്ത് കണ്ടിട്ടുള്ളത്. ബിഗ് ബോസ് കണ്ടവർക്ക് ഇതൊരു അതിശയമില്ല. കാരണം വെച്ചാൽ നമ്മളിത് ബിഗ് ബോസിൽ ഒരുപാട് കണ്ടതാണ്. കാരണം ശോഭയുടെ അന്നത്തെ ഒന്നും പറഞ്ഞാൽ ആക്സെപ്റ്റ് ചെയ്യില്ല. നമ്മൾ എന്താണോ പറഞ്ഞിട്ടുള്ളത് അതാണ് ഏറ്റവും വലിയ സംഭവം. ഓക്കെ, എനിവേയ്സ് നിങ്ങൾ ഇത് അപ്പോൾ ഇതിൻ്റെ ബാക്കി ഇപ്പം ഇങ്ങനെ ഒരു സംഗതി നടന്നല്ലോ. കുറച്ച് ദിവസമായി, എനിക്കൊന്നും ജൂൺ 14 നടന്നതാണ്. ഏകദേശം ഒരാഴ്ചയുടെ മേലെയായി. ആയി കഴിഞ്ഞതിന് ശേഷം ഈ ഇതിൽ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ടുള്ള ആ പെൺകുട്ടി ഉണ്ടല്ലോ, അവരുടെ ചാനലിൽ വന്നിട്ടുള്ളൊരു വീഡിയോ ഫസ്റ്റ് ക്ലിപ്പാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. ഈ കുട്ടിയുടെ ഒരു അടിപൊളി റിപ്ലൈ ഉണ്ട്. ആദ്യത്തെ ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടാണ് പിന്നെ ശോഭ വീണ്ടും വാളെടുത്തിറങ്ങിയിട്ടുള്ളത്. അതിനുശേഷം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഈ പെൺകുട്ടി വീണ്ടും വന്നിട്ട് ഒരു റിപ്ലൈയും കൂടി കൊടുത്തു. ലിറ്ററലി ശോഭ വിശ്വനാഥിന് ഇനി മിണ്ടാതിരിക്കാം, ചുപ്പ് രഹോ, ഒന്നും പറയാനില്ല, നീ ശോഭ ഷുഡ് കീപ് ക്വയറ്റ്. കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു, ഖത്തം, ടാറ്റ, ബൈ ബൈ. എന്താണ് ആ കുട്ടി പറഞ്ഞ റിപ്ലൈ എന്നുള്ളത് നോക്കാം. വീഡിയോയിൽ കിടക്കുന്നതിന് മുന്നേ പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ. ആ ഒരു വീഡിയോയിൽ കിടക്കാം. ചോദ്യം ഉണ്ടാക്കിയത് ഈ പറഞ്ഞ ശോഭാ വിശ്വനാഥ് അല്ല. ഓക്കെ, അതിനുള്ള പ്രൂഫ് ഐ ക്യാൻ ഗിവ് യു റൈറ്റ് നൗ. ഇത് ആ ഒരു ഗ്രൂപ്പ്. ഓക്കെ, നിങ്ങളിപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ്. ഓൾറെഡി ഇവർക്ക് ഈ ചോദ്യം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ കുട്ടിക്ക് അങ്ങനെ റിപ്ലൈ ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ഒരു ടൈം അവിടെ കിട്ടിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ഫസ്റ്റ് എൻ്റെ വീഡിയോ കണ്ടവർക്ക് അല്ലെങ്കിൽ ഈ വിഷയം കേട്ടവർക്ക് അറിയാം, കാവ്യ മാധവൻ ഓർ മഞ്ജു വാര്യർ എന്ന ചോദ്യം ചോദിക്കുന്ന സമയത്തിന് അത് കോൺട്രവേഴ്സി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഈ ജഡ്ജിന് ഇത് ഫീൽ ചെയ്യുകയാണ് ഇത് കോൺട്രവേഴ്സ്യൽ ക്വസ്റ്റ്യൻ ആണ് തോന്നുകയാണെങ്കിൽ അവർക്ക് ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ്, ആ കുട്ടി പറയുന്നുണ്ട്, ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട്
ഷീ ക്യാൻ ചേഞ്ച് ദ ക്വസ്റ്റ്യൻ. പക്ഷെ എന്നിട്ടും അവരവിടെ ചോദിച്ചു കഴിഞ്ഞതിന് ശേഷം നല്ലൊരു റിപ്ലൈ അവരുടെ ഭാഗത്ത് വന്നപ്പോൾ അതൊന്നും പോരാ, അത് വീണ്ടും കോൺട്രവേഴ്സി ആക്കിയിട്ട് അവിടെ ഒരു പേരെടുത്തിട്ട് ഒരു അപ്പർ ഹാൻഡ് ഇതിന് വേണ്ടിയിട്ട് ഒരു മേൽക്കോയ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ശോഭയുടെ ഭാഗത്ത് നിന്ന് അവിടെ ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ഇതൊക്കെ ശോഭയുടെ ക്യാരക്ടർ നമ്മൾ ഈ ബിഗ് ബോസിൽ കണ്ടവർക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും കേട്ടോ. എന്നിട്ട് ഇതാ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഈ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട്, ബാക്കി ഈ പെൺകുട്ടീനെ പറയും. ഷോർട്ടാണ്. ബട്ട് ഹിയർ ഇസ് വാട്ട് ശോഭ വിശ്വനാഥ് ഡിഡ് റോങ്. ഒരു സ്ത്രീ ആയിരിക്കെ മറ്റൊരു സ്ത്രീയോട് വേറെ 2 സ്ത്രീകളെ പറ്റി, അതും ഇത്ര കോൺട്രവേഴ്ഷ്യൽ ആയി നിൽക്കുന്ന 2 സ്ത്രീകളെ പറ്റി ചോദിക്കാൻ പാടില്ല എന്നുള്ള മിനിമം കോമൺ സെൻസ് അവർക്ക് ഉണ്ടാകണമായിരുന്നു. ഓക്കെ, ദാറ്റ്സ് ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, അവർ ആ ചോദ്യം ചോദിക്കെ വീണ്ടും ആ വീഡിയോയിൽ ഇങ്ങനെ കുത്തി ചോദിക്കുന്നുണ്ട്, വീണ്ടും അതൊരു പ്രശ്നമാക്കാൻ വേണ്ടി. അതിന്റെ ആവശ്യം എൻ്റെ വീഡിയോയിൽ ഞാൻ ഇത് എടുത്തു പറഞ്ഞിരുന്നു കേട്ടോ. പ്രോപ്പറായിട്ടുള്ള റിപ്ലൈ കുട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ശോഭയ്ക്ക് അത് പോരാ. അത് ശോഭ എന്ന് പറഞ്ഞിട്ടുള്ള പെർട്ടിക്കുലർ വ്യക്തിയുടെ പ്രശ്നമാണെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നു. ബിക്കോസ് ഐ ഹാവ് സീൻ ഹർ. പിന്നെയും ഞാൻ പറയുന്നത് ബിഗ് ബോസിൽ എടുത്ത് പറയാൻ കാരണം വെച്ചാൽ നിങ്ങൾക്കത് ഓർമ്മയിൽ കിട്ടും, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് കിട്ടോ. അതെന്താ വെച്ചാൽ അത് ആ ക്വസ്റ്റ്യൻസ് കേട്ട് കഴിഞ്ഞാൽ അത് ആ ടിപ്പിക്കൽ ആ ശോഭയുടെ ക്യാരക്ടറിന് പുറത്ത് വന്നിരിക്കുകയാണ്. ലേശമെങ്കിലും പ്രൊഫഷണലിസവും കോമൺ സെൻസും സിവിക് സെൻസും ഈ പറഞ്ഞ ആൾക്കുണ്ടായിരുന്നെങ്കിൽ ഈ പറഞ്ഞൊരു കാര്യം നമുക്ക് അവോയ്ഡ് ചെയ്യാമായിരുന്നു. ആസ് എ പേഴ്സൺ ആദ്യമായിട്ടല്ല എന്നോട് ശോഭ ചോദ്യം ചോദിക്കുന്നത്. 2021 എന്നോട് ശോഭ തന്നെയാണ് ചോദ്യം ചോദിച്ചത് മിസ് കേരളയിൽ, വെൻ ഐ അറ്റൻഡഡ് ദാറ്റ് പാജന്റ്. അതിനുള്ള പ്രൂഫും ഞാൻ ഇട്ടേക്കാം. Give me 5 reasons why we shouldn't pick you today. നിങ്ങൾ സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസേഴ്സും അപ്പോൾ ഇത് അവിടുന്ന് വന്നതാണ്. അപ്പോൾ ആ ഒരു അന്നത്തെ ഈഗോ ക്യാരി ചെയ്തുകൊണ്ട് ഈ ഒരു സിറ്റുവേഷനിലേക്ക് എത്തി ശോഭ എന്നാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്യുന്നത്. വിച്ച് ഇസ് നോട്ട് റൈറ്റ്. അത് ഒരിക്കലും അത് ആ ഒരു എനിക്ക് ആ ക്വസ്റ്റ്യൻ കേട്ട ആ ഒരു സിറ്റുവേഷൻ കണ്ടപ്പോൾ തന്നെ എനിക്ക് തോന്നിയിരുന്നു ശോഭയുടെ ആ ഒരു ബോഡി ലാംഗ്വേജും ശോഭ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനും ദ വേ ഷി വാസ് ആസ്ക്ഡ് ഇറ്റ്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം തോന്നുന്നുണ്ട് എന്തോ ഒരു സംഗതി ഇതിന് മുന്നേ അവിടെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ സംഭവം അതാണ്, അന്ന് ഈ ക്വസ്റ്റ്യൻ ചോദിച്ചതിന് ഒരു പക്ഷേ ഈ കുട്ടി ഇതുപോലത്തെ സ്ട്രോങ് ആയിട്ടുള്ള റിപ്ലൈ ശോഭയ്ക്ക് കൊടുത്തു കാണും. അവിടെയും ശോഭ നാണം കെട്ട് കാണും ഒരു പക്ഷേ. സെലിബ്രിറ്റികളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ തരംഗമായി നിൽക്കുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ലൈഫ് നമ്മുടെയാണ്. നമ്മുടെ ലൈഫിലോട്ട് ആരെങ്കിലും ഭൂതക്കണ്ണാടി വെച്ച് നോക്കുന്നത് നമുക്ക് താല്പര്യമുള്ള കാര്യമായിരിക്കില്ല. അതുപോലെ തന്നെ ബാക്കിയുള്ളവരുടെ ലൈഫിൽ എന്ത് നടന്നാലും നമുക്കെന്താണ്, നമ്മൾ എന്തിനാണ് അതിനെക്കുറിച്ച് ആലോചിക്കേണ്ടത്? ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഡയലോഗാണ്, എൻ്റെ ഫേവറേറ്റ് കോട്ടുമാണ്. ഇറ്റ് കംസ് ഫ്രം ദ മൂവി സ്പൈഡർമാൻ. വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റി. ഏതെങ്കിലും ഒരു നല്ല തലപ്പത്ത് കയറിയിരിക്കുമ്പോൾ ആലോചിക്കുക, നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൾക്കാർ, നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ചിന്തകൾ, ഇതെല്ലാം പുതുതലമുറയെ ഒരുപാട് ഇൻസ്പയർ ചെയ്യും, ഒരുപാട് എഫക്റ്റ് ചെയ്യും. സോ ഇഫ് യു ഹാവ് ദ കോമൺ സെൻസ്, ഓക്കെ, ഒരു പേപ്പർ കണ്ടിട്ട് ഇഫ് യു ഹാവ് ദ കോമൺ സെൻസ് ദാറ്റ് ദിസ് ഈസ് ഗോയിങ് ടു ബി കോൺട്രവേഴ്ഷ്യൽ, I shouldn't be asking this. Don't ask it. Don't make a fool out of yourself. പിന്നെ ധ്യാൻ ചേട്ടൻ ആയിരുന്നു ഇതിന് ഒരു നല്ല മറുപടി കൊടുത്തത്. പക്ഷെ ധ്യാൻ ചേട്ടൻ did not know that questions was not made by Shobha and the other woman who was there, Lakshmi Nakshatra, I think. Okay. So it is not his fault. He was invited for a show and he handled it very well. അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ പോയിക്കോട്ടെ എന്നുള്ള രീതിയിൽ ചോദിച്ച് ശോഭ അവിടുന്ന് പോവുകയാണെങ്കിൽ തിരക്കിടില്ല. പക്ഷേ അവർ വീണ്ടും മീഡിയയ്ക്ക് മുന്നിൽ വന്നിരുന്നിട്ട് വീണ്ടും മെഴുകി. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ ക്ലിപ്പ് കാണിച്ചിരുന്നു. ഇതിന് മറുപടിയായിട്ട് ഈ പെൺകുട്ടി വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. So let me be clear. The model questions were sent to us by the event organizers on the morning of 5th of July. We got it somewhere around 8:42 and we were supposed to report by 9. 8:42 അവർക്ക് ക്വസ്റ്റ്യൻ കിട്ടിയത്. അവർക്ക് ഓൾറെഡി ക്വസ്റ്റ്യൻ കിട്ടിയിരുന്നു. 8:42 കിട്ടിയത്. 9 o'clock, അതായത് ഏകദേശം ഒരു 18 മിനിറ്റ് മാത്രമേ അവർക്ക് പ്രിപ്പയർ ചെയ്യാൻ ടൈം കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ശരിയാണ്, അവർക്ക് ക്വസ്റ്റ്യൻ മുന്നേ തന്നെ കിട്ടിയിരുന്നു. പക്ഷേ അത് കിട്ടിയിട്ടുണ്ടെങ്കിലും ആ ക്വസ്റ്റ്യൻ ചോദിച്ചതും അതിനുള്ള ആൻസർ ആ ഒരു കുട്ടി പറഞ്ഞിട്ടുള്ളൂ. അതൊരു പ്രിപ്പറേഷൻ്റെ ബേസിസിൽ പറഞ്ഞല്ല, ആ കുട്ടിയുടെ ക്വാളിറ്റി ആണെന്നുള്ളത് ഏകദേശം അത് കേട്ടവർക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ആ കുട്ടിക്ക് ഈ ചോദ്യം നേരത്തെ കുത്തിയിട്ടുണ്ടായിരുന്നോ ഇല്ലയോ എന്ന് ആ കുട്ടിയോട് എങ്ങനെ നിങ്ങൾ ചോദിക്കണം? ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിരുന്നു. ദാറ്റ് ഓർഗനൈസേഴ്സ് ഞങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കി തന്നിരുന്നു വിത്ത് സ്ക്രീൻഷോട്ട്. ശോഭയല്ല ഈ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട്. സോ ഞാൻ ഓൾറെഡി പറഞ്ഞൊരു കാര്യം എടുത്തിട്ട് പുതിയതായിട്ട് എന്താണ് പ്രൂവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. യു ആർ നോട്ട് സേയിങ് എനിത്തിങ് ന്യൂ. 15 years ആയിട്ട് ഞാൻ ജഡ്ജിങ് പല വേദികളിലും പല ഇതിലും ഞാൻ
പാജൻസിനും ജോലിയായിട്ട് പോയിട്ടുള്ളത്. നോ. അവിടെ ശോഭയുടെ ഈഗോ ട്രിഗറായി, അതാണ് സംഭവം. നമുക്ക് കാണുന്നവർക്ക് ഏകദേശം മനസ്സിലാവും. ഈഗോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ചില്ലറ സാധനമല്ല. ഇത് ട്രിഗർ ആവുന്ന സമയത്ത് നമുക്കൊക്കെ പുറത്ത് ഈ പൊതുജനത്തിന് വളരെ ക്ലിയർ ആയിട്ട് കണ്ടാൽ മനസ്സിലാവും. പിന്നെ അവിടെ വീണ്ടും വീടിട്ടിട്ടും മെഴുകിയിട്ട് എന്തിനാ സ്വയം നാറാൻ നിൽക്കണം? Let's talk about experience. Alternative ഒരു ക്വസ്റ്റ്യൻ കണ്ടെത്താൻ പറ്റിയില്ല with the experience of 15 years. Why didn't you ask another question if you knew that it was a bad question to ask? അല്ലെങ്കിൽ സ്പെഷ്യലി ഈ കുട്ടിക്ക് ഇത്രയും വിഷമവും ഭയങ്കര ഇതുണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഓർഗനൈസേഴ്സിനോട് റിക്വസ്റ്റ് ചെയ്തില്ല? അതിൽ ഒരു എന്താ പറയുക എതിർപ്പ് കാണിച്ചില്ല. ഒരു കണ്ടസ്റ്റന്റ് ആയിരിക്കെ ഹൗ മച്ച് പവർ ഡു യു തിങ്ക് ഐ ഹോൾഡ്? എനിക്ക് അതിനുള്ള വല്ല പവർ ഉണ്ടെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ? രണ്ടാമത്തെ കാര്യം, സ്ട്രിക്റ്റ് നോട്ടീസ് ടു ഓൾ കണ്ടസ്റ്റൻസ്. അതായത് കണ്ടസ്റ്റൻസിന് ഒരിക്കലും ഇതിൻ്റെ മെമ്പേഴ്സിനായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള ക്ലിയർ ഇൻസ്ട്രക്ഷൻ അവർക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. ശോഭ എന്തൊക്കെ പൊട്ടത്തര വിളിച്ച് പറയുന്നത്. ഞാൻ ഇത് ഒരു വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം റിയാക്ട് ചെയ്താട്ടോ. അവസാനം വിവരമായെന്നും കൂടി കേൾക്കാനുള്ളൊരു അവസ്ഥ ഉണ്ടാക്കിയില്ലേ? ദിവസം ഒരു കോർഡിനേറ്റേഴ്സോ ഇവന്റ് ടീമായിട്ടോ മീറ്റ് ചെയ്ത് സംസാരിക്കരുതെന്നുള്ള റൂളായിരുന്നു ഇവന്റ് ഓർഗനൈസേഴ്സ് ഞങ്ങൾക്ക് തന്നിരുന്നത്. ഐ ഹാവ് സ്ക്രീൻഷോട്ട്സ് ഓഫ് ദാറ്റ് ടു. വേറെ ഒരു ചോദ്യം ചോദിക്കുന്നതിന് പകരം എൻ്റെ സ്പീഡ്, എൻ്റെ അണ്ടർ പ്രഷറിൽ ഞാൻ മാനേജ് ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ കമ്പോഷർ, എൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത രീതി, എൻ്റെ എബിലിറ്റി, എൻ്റെ ഇൻറ്റഗ്രിറ്റി, അതിനെയൊക്കെ കുറിച്ച് ക്വസ്റ്റ്യൻ ചെയ്യാനാണ് ശോഭ വിശ്വനാഥ് ടൈം കണ്ടെത്തിയിരിക്കുന്നത്. ലെറ്റ് മീ ടെൽ യു വൺ തിങ്. അതാണ് അവിടെ ആക്ച്വലി സംഭവിച്ചതാണ് കേട്ടോ. എന്താ കാരണം വെച്ചാൽ ഈ ശോഭയുടെ ഈഗോ ആണ്. അവിടെ ഈഗോ വർക്കൗട്ട് ചെയ്തു. അപ്പോൾ ആ കണ്ടസ്റ്റൻറ്റിനല്ല, അവിടെ ആ കണ്ടസ്റ്റൻറ്റിനെ ജഡ്ജ് ചെയ്യാൻ വരുന്നതിന് പകരം ശോഭ എന്ത് ചെയ്തു? അവരെ കൂടെ മത്സരിച്ചു. അല്ലാതെ എന്താ പറയുക, അതിനോട് മത്സരിക്കരുത്. ജഡ്ജ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു വില കാത്തു സൂക്ഷിക്കണ്ടേ? അതല്ല എൻ്റെ മനോഹാരിത. എൻ്റെ ആദ്യത്തെ പാജൻ്റ് അല്ല, എനിക്ക് ഏകദേശം 10 പാജൻറ്റിൽ കൂടുതൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള ഏറ്റവും പ്രമുഖരായ ഹൈലി ക്വാളിഫൈഡ് ആയ പ്രൊഫഷൻസിൻ്റെ അണ്ടറിൽ ഗ്രൂംഡ്, കൊറിയോഗ്രാഫ്ഡ് ആൻഡ് ട്രെയിൻഡ് ആണ്. ഐ എം ട്രെയിൻ ടു സ്പീക്ക്, കമ്പോസ് മൈസെൽഫ്, ക്യാരി മൈസെൽഫ് അണ്ടർ പ്രഷർ. അതിനെ പ്രിപ്പറേഷൻ എന്നാണ് പറയുക. ഇറ്റ്സ് നോട്ട് എ സ്ക്രിപ്റ്റ്. ബിഗ് ബോസ് സീസൺ 6 അവസാനിച്ചു. എന്നാലും പലരും ഇപ്പോഴും അതിൻ്റെ വൈബിലാണ്. അന്ന് ആ രാത്രി സംഭവിച്ചത് സ്ക്രിപ്റ്റഡ് ആയിരുന്നില്ല. എനിക്കാരും പറഞ്ഞു തന്നതല്ല, എൻ്റെ തന്നെ വാക്കുകളാണ്. എൻ്റെ അടുത്ത് ഇന്ദിരാഗാന്ധിയെക്കുറിച്ചും മദർ തെരേസയെക്കുറിച്ചോ അല്ലെങ്കിൽ പ്രിൻസസ് ഡയാനയെക്കുറിച്ചോ സംസാരിച്ചിരുന്നെങ്കിലും എനിക്ക് ഇതേ ഉത്തരമേ ഉണ്ടാവുകയുള്ളൂ. 2 സ്ത്രീകളെ തമ്മിൽ കമ്പാരിസൺ ചെയ്യാൻ നമുക്ക് ആർക്കും കഴിയില്ല. എഴുതുന്നവർക്കും പത്രക്കാർക്കും ഇൻ്റർവ്യൂ നടത്തുന്നവർക്കും പലതും പറയാം. പക്ഷേ ഒന്നും മാറുന്നില്ല. ഉത്തരം പറഞ്ഞ ഞാനല്ല ഇവിടെ പ്രശ്നം. ചോദ്യമുണ്ടാക്കിയവരും ചോദ്യം ചോദിച്ചവരുമാണ്. നിലവാരമില്ലാത്ത ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്തവരും അതേ ചോദ്യം കണ്ടിട്ടും ചോദിക്കരുതെന്ന് മനസ്സിലായിട്ട് ചോദിച്ചവരും. ഓർക്കുക, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സമൂഹത്തിലുള്ള എല്ലാവരും പുതുതലമുറയും വാച്ച് ചെയ്യുന്നുണ്ട്. താങ്ക് യു. ലേ ശോഭ അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ ഒന്നും കൂടി പോയിക്കോട്ടെ. ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? ജഡ്ജായി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു നിലയും വരെയും സ്വയം അവനെ കാത്തു സൂക്ഷിക്കാനുള്ളത് വേണ്ടേ ഇല്ലേ? അപ്പോൾ അതിനോട് മത്സരിക്കുക. അപ്പോൾ അവരെ മുന്നിലും ഇങ്ങനെ പല ഈ ജഡ്ജസായിട്ട് ടീച്ചേഴ്സൊക്കെ ജഡ്ജസായിട്ട് വരുന്ന സമയത്ത് ഈ ഒരു പരിപാടി ഉണ്ട് കേട്ടോ. ഇവരെന്ത് ചെയ്യും അറിയോ? ഇവർക്ക് അപ്പോഴും അവരവിടെ മെയിനാന്ന് കാണിക്കണം. അല്ലെങ്കിൽ പരിപാടി ജഡ്ജ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ അത് അതിൻ്റെതായ അതല്ലേ. ഇതൊക്കെ ആരോടെ പറയണം? ഇതൊക്കെ ആരോടാ നമ്മൾ പറയണല്ലേ? ഇതൊക്കെ മനസ്സിലാക്കാനുള്ള വല്ലതും ഉണ്ടോ? അടിപൊളി. ഗോട്ട് യുവർ ക്ലാസ്സസ്. ശോഭ വിശ്വനാഥ്. ശോഭയുടെ ഫാൻസ് ഇതെങ്ങനെ ഏറ്റെടുക്കുന്ന അറിയില്ല കേട്ടോ. പക്ഷെ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ ഇത് പറയാം, ശോഭ വിശ്വനാഥ് യു ക്യാൻ ഗോ ടു യുവർ ക്ലാസ്സസ്. വേറെ ഒന്നും പറയാനില്ല. സഭ പിരിച്ചു വിട്ടിരിക്കുന്നത് തൽക്കാലം അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ശോഭ പോവുക. ബൈ.